ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് 1/2 കപ്പ് റാഗിപ്പൊടി എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് ശർക്കര ചീകിയതും 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 ടേബിൾ സ്പൂൺ നെയ്യും. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ നമ്മൾ അളവിനായിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുക്കണം. ലൂസായി പോവല്, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഇനി വാഴയില ഒന്ന് വാട്ടി ഒന്ന് കീറിയെടുത്ത ശേഷം അതിലേക്ക് 1 തവി മാവ് നമുക്കിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാവ് ലൂസായി പോകല്ല. അങ്ങനെ ആയിപ്പോയാൽ ഇലയിൽ നിന്ന് ഒഴുകി പോവും. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് കലക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ തട്ടിന് മുകളിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം വേണം നമ്മളിത് ഇലയൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമായത്. നിങ്ങൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ റാഗിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.